ഇതെന്താണ് ഒറ്റയ്ക്ക് ഇവിടെ വന്നിരിക്കുന്നത്? ഏയ് വെറുതെ ഇങ്ങനെ ചുമ്മാ. അല്ലെങ്കിൽ നിന്നെപ്പോലുള്ളവർക്ക് വെട്ടത്ത് നടക്കാൻ പറ്റൂല. മാഷ എന്തൊക്കെയാണ് ഈ പറയണേ? എന്താടാ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? തൊട്ടയൽവാസിയായ ഞാൻ തന്നെ നിന്നെ കണ്ടിട്ട് മാസങ്ങളായി. ഞാൻ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു, അതാണ്. എനിക്കറിയാം, നീ വിശദീകരിക്കണ്ട. നിന്നെ കാണുമ്പോഴൊക്കെ എപ്പോഴും പറയുന്നത് എനിക്കിപ്പോഴും പറയാനുള്ളൂ. അല്ല, അതിനുള്ള അർഹത എനിക്കുണ്ടല്ലോ അല്ലേ? നിന്നെക്കാളും 3 വയസ്സിന് മുമ്പ് എൻ്റെ മോനുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ഒരുമിച്ചായിരുന്നല്ലോ നടപ്പും കിടപ്പും ഇരിപ്പും ഒക്കെ. ആ കനൽ പെട്ടെന്ന് നനഞ്ഞ് തീരൂലടാ എൻ്റെ ഒപ്പമല്ലാതെ. മറന്നു കള മാഷേ. ഇഷ്ടപ്പെട്ട് വിളിച്ചിറക്കണമെന്ന എൻ്റെ പെണ്ണിന് 4 മാസം വയറ്റുള്ളപ്പോഴാണ് എൻ്റെ മോനെ ഒരു നിഷ്കരണം വെട്ടിനിറുക്കി ഇല്ലാണ്ടാക്കിയത്. അതാണോടാ ഞാൻ മറക്കേണ്ടത്? അത് പിന്നെ മാഷേ, അവൻ്റെ ആണ്ടുബലിക്ക് മുമ്പേ തന്നെ ഞങ്ങൾ തിരിച്ചു കൊടുത്തില്ലേ? എന്നിട്ട് എന്താടാ കാര്യം? ഇപ്പോൾ 1.5 വയസ്സുള്ള എൻ്റെ പേരക്കുട്ടിയുടെ അച്ഛൻ ചുടലെഴുന്നേറ്റ് വന്നാ? ഇല്ലല്ലോ. പറയടാ, പറയൂ നീ. മാഷ് ഇതൊക്കെ എന്നോട് എന്തിനു പറയണേ? ഞാനൊന്നല്ലല്ലോ കാരണക്കാരൻ. അവനല്ലേ എന്നെ ഇതിലേക്ക് വലിച്ചയച്ചു കൊണ്ടുവന്നത്. എടാ, നഷ്ടപ്പെട്ടത് എനിക്കും എൻ്റെ കുടുംബത്തിനുമാണ്. നഷ്ടപ്പെടുന്നവർക്കേ ആ വേദന അറിയുള്ളൂ. ഒരസുഖവും ഇല്ലാണ്ടിരുന്ന നിൻ്റെ അപ്പൻ കുഴഞ്ഞു വീണ് പെട്ടെന്ന് മരിച്ചതേ നിൻ്റെ വഴിയോട്ടുള്ള ജീവിതമൊന്നും നിനക്കറിയാല. ഇതൊക്കെ നിർത്തി വല്ല പണിക്കുമ്പോടാ. കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന പെങ്ങളെ കെട്ടിക്കാൻ പറ്റിയില്ലെങ്കിലും അവരെ പട്ടിണി മാറ്റാമെങ്കിലും അത് ഉപകരിക്കും. നീ അത് മനസ്സിലാക്കുക. എടാ, ഞങ്ങളും പോയിട്ടുണ്ട് നിന്നെക്കാളും ചെറുപ്രായത്തിൽ ഈ പാർട്ടി പ്രവർത്തനത്തിനൊക്കെ. അതൊക്കെ ഈ നാടിന് വേണ്ടിയിട്ടായിരുന്നു, നാട്ടുകാർക്ക് വേണ്ടിയായിരുന്നു. നമ്മളൊക്കെ മനുഷ്യന്മാരായിട്ട് അംഗീകരിക്കാത്ത ജന്മമുതലാളിമാർക്കെതിരെയുള്ള സമരമായിരുന്നത്, വിപ്ലവമായിരുന്നു അത്. മനസ്സിലായോ? ഈ നാടിന് ഗുണം ചെയ്യാൻ വേണ്ടി പോയതാണ്, അല്ലാതെ വർഗീയത പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന കുറേ ആൾക്കാരുടെ ചാവേറുകളല്ലായിരുന്നു. ഒരുപാട് പോരാടി ദുരിതങ്ങളും പീഡനങ്ങളും കഷ്ടങ്ങളും സഹിച്ചാണ് ഇന്ന് ഈ നാട് ഈ നിലയിലെത്തിയത്. നമ്മളൊക്കെ സ്വാതന്ത്ര്യത്തിൻ്റെ വായു ശ്വസിക്കുന്നത്. ഇന്ന് നിങ്ങളെപ്പോലുള്ളവരുള്ള തോന്നിയാസങ്ങൾ കാണുമ്പോൾ കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെയാണ് മാഷേ വലിയ വിപ്ലവം പറഞ്ഞ് നടക്കുന്ന മാഷ മകനും ഇത്ര വലിയ വർഗീയവാദിയായത്? ശരിയാണ്, ഞാൻ അവനോട് പല പ്രാവശ്യം പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യം. പിന്നെ ചീത്ത കൂട്ടുകെട്ടും വഴിവിട്ട ജീവിതമാണ് അവനെ ഈ നിലയിലാക്കിയത്. വർഗീയത കൊണ്ടും സ്ഥാനമോഹം കൊണ്ടും ഒക്കെ രാഷ്ട്രീയം മോശമായിട്ട് പ്രവർത്തിച്ചാലേ നമ്മുടെ നാടിന് എന്നെ നഷ്ടം. നിന്നെപ്പോഴുള്ളവരാണ് ആലോചിക്കേണ്ടത്. രാഷ്ട്രീയം നന്നായി പ്രവർത്തിച്ചാൽ നമുക്ക് ഗുണം, നമ്മുടെ നാടിന് ഗുണം. മോശമായാൽ നമുക്ക് തന്നെ നഷ്ടം. എനിക്കത്രേ പറയാനുള്ളൂ. എന്താടോ രാവിലെ തന്നെ പറമ്പിലുണ്ടല്ലോ, പണികളൊക്കെ നേരത്തെ തുടങ്ങിയാ? അവൻ ഭയങ്കര കലിപ്പിലുള്ള പോണത്. താൻ അവനെ വറുത്തെടുത്തിട്ടുണ്ടാവുമല്ലേ? ഇല്ലടോ, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയതാണ്. നമ്മുടെയൊക്കെ കൂട്ടുകാരൻ്റെ മോനല്ലേ. അവരൊക്കെ ഒരേ പോക്ക് കാണുമ്പോഴേ പറയാതിരിക്കുന്ന എങ്ങനെ, പറഞ്ഞു പോവാണ്. അത് തന്നെയാണ്. ഇവന്മാർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായി വരുന്നതാണല്ല ഇടങ്ങേറ്. എടോ, രാഷ്ട്രീയത്തിന്റെ പേരിൽ വല്ല സമരങ്ങളോ തല്ലുപിടുത്തമൊക്കെ ആണെങ്കിൽ മൂക്കണതിനൊരു പരിധിയൊക്കെ ഉണ്ട്. ഈ വിശ്വാസങ്ങളെ കൂട്ടുപിടിച്ച് പരസ്പരം പോരടിച്ചാലുണ്ടല്ല മൊത്തം കത്തിച്ചാമ്പലാവും. നമ്മൾ പേടിക്കേണ്ടതാണ്. ഈ സോഷ്യൽ മീഡിയ ഇത്ര പ്രചാരത്തിലായപ്പോഴാണ് ഇവന്മാരൊക്കെ ഇങ്ങനെ വർഗീയത വിളമ്പാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് ഇവരുടെ മനസ്സിങ്ങനെ മലീമസമായത്. വല്ലാത്തൊരു ലോകം തന്നെ ആയിപ്പോയി. തനിക്കറിയോടോ, സോഷ്യൽ മീഡിയയിലൂടെ കമൻറ്റുകൾ വായിച്ചാലേ കിടുങ്ങിപ്പോടൂ. അത്ര ഓപ്പണായിട്ടാണ് വർഗീയത പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. അല്ലെങ്കിലും നമ്മുടെ നാട്ടിൽ എന്താണ് പ്രശ്നം? ഇവിടെ ആളുകൾ തമ്മിലൊരു കുഴപ്പമില്ല. താനീ പറഞ്ഞ മാതിരി ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലും ഒക്കെയാണ് പൊരിഞ്ഞ പോരാട്ടങ്ങൾ. വേറെ ഏതെങ്ങാണ്ട് ദുനിയാവിൽ ചെന്നുപെട്ട പോലെ എന്തിലും ഏതിലും വർഗീയതയാണ് പലരും കാണാൻ ശ്രമിക്കുന്നത്. കഷ്ടമാണ്. ഇതുവരെ സിനിമകളിലൊന്നും കടന്നുകൂടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ദേ അവിടെയും പൊട്ടിമുളച്ച് തുടങ്ങിയിട്ടുണ്ട്. വിവരവും വിദ്യാഭ്യാസം ഉണ്ടായിട്ടൊന്നും കാര്യമില്ലടോ. മതത്തിൻ്റെ കാര്യം വരുമ്പോൾ പലരും സ്വാർത്ഥരാവും. ആ രീതിയിലാണ് മോളിൽ നിന്ന് ചിലർ കത്തിച്ചു വിടുന്നത്. അത് തിരിച്ചറിയാനുള്ള വിവേകമില്ലെങ്കിലേ ആകെ പ്രശ്നമാവും. അത് തന്നെ. അതെ, നമ്മളൊക്കെ ഇനി എത്ര കാലം ഉണ്ടാവുള്ളൂ
ഇനിയും എത്രയോ തലമുറകളോട് പിറവെടുക്കേണ്ടതാണ്, ജീവിക്കേണ്ടതാണ്. എല്ലാം ഒന്ന് ശരിയായാൽ മതിയായിരുന്നു.